അമേരിക്ക-ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിൽ, ഒപ്പുവെച്ച് ട്രംപും പെസസ്കിയാനും. അമേരിക്ക-ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചെന്നാണ് പ്രതികരണം. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി പെരുമാറിയില്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇതേ കരാറിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും ഒപ്പുവെച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമം പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഫ്രാൻസിൽ വെച്ച് കരാർ ഒപ്പുവെക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇറാനിലേക്ക് US അയച്ചു നൽകിയതായി US അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇറാൻ പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഫാർസിയിൽ എഴുതിയിരിക്കുന്ന കരാർ പിടിച്ചു നിൽക്കുന്ന പെസസ്കിയാനാണ് കാണാൻ കഴിയുന്നത്. ഈ കരാറിന് താഴെയായി ട്രംപിന്റെ ഒപ്പും കാണാം. 800 വാക്കുകൾ കരാറിൽ 14 നിർദ്ദേശങ്ങൾ ഉള്ളതാണെന്നാണ് വിവരം. ഇതിൽ വെടിനിർത്തൽ നീട്ടുന്നതും ഹോർമൂസ് കടലിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമാണ് പരാമർശിക്കുന്നത്. പുതിയ കരാർ എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നു. കരാറിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് ഉണ്ടായിരുന്ന ഉപരോധം റദ്ദാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമാണ് പ്രധാന നിർദ്ദേശങ്ങളൊന്ന്. ഇറാൻ ഒരിക്കലും ആണവായുധം വാങ്ങുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ധാരണാപത്രത്തിലുണ്ട്. ഇറാന്റെ പുനർനിർമ്മാണത്തിനായി USഉം പ്രാദേശിക പങ്കാളികളും $30 ബില്യൺ ഫണ്ട് വികസിപ്പിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധതയാണെന്നും അടുത്ത ഘട്ടത്തിൽ ചർച്ചകളിൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും കരാറിലുണ്ട്. അതേസമയം കരാറിൽ ലെബനാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചുവെന്നെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഞായറാഴ്ച കരാറിൽ ഡിജിറ്റലായി ഒപ്പിട്ടത് JD വാൻസും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗൽ ഖലീഫയുമായിരുന്നു. ട്രംപ് അന്ന് കരാറിന് സാക്ഷ്യം വഹിച്ചതല്ലാതെ ഒപ്പിട്ടിരുന്നില്ല. ധാരണാപത്രത്തിന്റെ പകർപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു.